സുനിൽ ഭാസ്കർ അല്ല, ഇവിടെ എന്നോട് വിഷയം ചോദിച്ചില്ല. ഞാനെത്താം, ഞാൻ അതിലേക്ക് എത്താം. ഡോക്ടർ സുനിൽ ഭാസ്കർ ഇവിടെ താങ്കളുടെ മർദ്ദനമേറ്റൊരു SFI നേതാവിന്റെ കർണപടം പൊട്ടി എന്ന മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വെച്ച് SFI അതിനെ പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സാർ? ഹാഷ്മി, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ കൊയിലാണ്ടിയിലാണ് പ്രിൻസിപ്പളായിട്ടുള്ളത്. കൊയിലാണ്ടിയിൽ ഈ കോളേജിൽ അല്ലെങ്കിൽ കൊയിലാണ്ടി പരിസര പ്രദേശത്തും ഒരു SFI ഏരിയ കമ്മിറ്റി പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ അടിച്ച് കർണപടം പൊട്ടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ 24 ലൈവ് തരാനായിട്ട് ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ പറയൂ. ഏതായാലും ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്നിരിക്കുന്ന MLA പറയുന്നത്, ബഹുമാന്യായ MLA പറയുന്നത്, ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി സംഘർഷങ്ങളൊന്നും നല്ലതല്ല എന്നുള്ളൊരു നിലപാട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അപേക്ഷയാണ് ഈ MLAയുടെ മുന്നിൽ വെക്കാനുള്ളത്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ അക്കാഡമിക് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ പ്രിൻസിപ്പൽമാർക്കും ഓരോ ഹെൽമെറ്റ് സപ്ലൈ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ISI ബ്രാൻഡഡ് ആയിട്ടുള്ള പറ്റുമെങ്കിൽ ഒരു ഹെൽമെറ്റ് തരാനായിട്ട് ശ്രദ്ധിക്കുക. അത് ആകുമ്പോൾ നന്നായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാമല്ലോ. അല്ല, ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഈ വിദ്യാർത്ഥി കാണിക്കുന്നുണ്ട് സുനിൽ ഭാസ്കർ. അത് കാണിക്കുന്നുണ്ട്. ഇത് താങ്കളെ, ഞാൻ പറഞ്ഞത്, താങ്കൾ ഇനിയും വിദ്യാർത്ഥികൾ എന്ത് പെരുമാറിയെന്ന് പറഞ്ഞാൽ പോലും താങ്കളെ മർദ്ദിക്കുന്നതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം അതിനെ തള്ളിപ്പറയേണ്ട നടപടിയാണ്. പക്ഷേ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പറയുന്നു, ഒരു അഭിനവ് എന്ന ഒരു കുട്ടിയുടെ കർണപടത്തിന് പ്രശ്നമുണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പറയുന്നു. അതെങ്ങനെ ഉണ്ടായിരിക്കാം എന്നാണ് അങ്ങയുടെ ഒരു ബോധ്യം സർ? അതൊരു അല്പം വിശദമായിട്ട് പറയാൻ അനുവദിക്കാമെങ്കിൽ ഞാനത് വിശദമായിട്ട് പറയാം. ഈ കോളേജിൽ നിന്നും എന്നെ ആക്രമിച്ചതിന് ശേഷം ഈ കോളേജിലെ അധ്യാപകർ കൂടി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ സമയത്ത് അവിടെ ഒരു ക്രോണോളജി ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു അല്പസമയം വേണ്ടി വരും. അപ്പോൾ ആ സമയം ഞാൻ എടുക്കുകയാണ്. ഇതുവരെ മറ്റ് ചാനലുകളിലും മറ്റ് സ്ഥലങ്ങളിലെങ്ങും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. അതിന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയല്ലേ എന്നുള്ള ഒരു പരിഗണനയുടെ പേരിലാണ്. അവിടെ മറ്റ് ചില വ്യക്തികളുടെ പേര് കൂടി ഇന്ന് പുറത്തു വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ഈ കാഷ്വാലിറ്റിയിൽ എന്നെ എത്തിച്ചപ്പോൾ അവിടെ ഞാനായിരുന്നു 1ാം നമ്പറായിട്ടുള്ള പേഷ്യൻറ്റ്. എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ് സെക്രട്ടറി 2ാമതായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു വ്യക്തിയുണ്ട്. 4ാമതായിട്ട് ഞങ്ങൾ കയറി ആ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ ചേസ് ചെയ്ത് വന്ന ഈ SFIയുടെ കുട്ടികൾ, ഞങ്ങളെ ആക്രമിച്ച ഒരു സംഘം കുട്ടികൾ കൂടി അതിൽ കയറി. അവരൊരു 8-10 കുട്ടികളോളം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചെറിയ മുറിക്കുള്ളിൽ ഇത്രയും ആളുകളെ. അപ്പോൾ അവിടെ നിന്ന് അവർ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത് ചെയ്യണ്ട, അത് നോക്കണ്ട എന്നുള്ളൊരു അവർ ഈ ഡോക്ടേഴ്സിന് നിർദ്ദേശം കൊടുത്തപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കാൻ. ഈ പുറത്തിറങ്ങി നിൽക്കുന്ന കുട്ടികൾ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഡോക്ടർ കൂടി പുറത്തു പോയി. അപ്പോൾ ഈ ഡോക്ടർ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ആ ഡോറ് തുറന്ന് കിടക്കായിരുന്നു. അവരെ ഡോർ അടയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയുടെ കോറിഡോറിൽ അവിടുത്തെ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ആ കോറിഡോറിൽ നിന്ന് ഈ ഞാൻ ആക്രമിച്ചു എന്ന് പറയുന്ന കുട്ടിയും ആ കുട്ടിയെ കൊണ്ടുവന്ന മറ്റു കുട്ടികളും ചേർന്നിട്ട് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡെസ്കിൽ ഇരിക്കുകയാണ്. എൻ്റെ കൈയാണ് പൊട്ടിയിരിക്കുന്നത്. ആ കൈ പൊട്ടി കൈ നോക്കുന്നതിന് പകരം, സ്വെല്ലിങ്ങോട് കൂടി വന്നിരിക്കുന്ന കൈ നോക്കുന്നതിന് പകരം എൻ്റെ പിന്നിൽ ക്യൂവിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയെയാണ് ഈ ഡോക്ടർ പുറത്തുപോയി ശ്രമിക്കുക. ഇതൊരു മെയിൽ ഡോക്ടറാണ്. ആ സമയത്ത് കൗണ്ടറിൽ ഒരു മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ട്. ഇതിൽ ഈ മെയിൽ ഡോക്ടറാണ് ഈ കുട്ടികളുടെ കൂടെ പുറത്തുപോയി സംസാരം നടന്നിരിക്കുന്നത്. ഈ കുട്ടിയും ഈ ഡോക്ടർമാരും തമ്മിലുണ്ടായ ഈ സംഭാഷണം നടന്നതിന് ശേഷം ആ കുട്ടി എവിടെയൊക്കെ പോയി നോക്കുക, അവരുടെ CCTV എടുത്ത് നോക്കുക. ഡോക്ടർ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണോ പറയുന്നത്? അതോ മറ്റാരെങ്കിലും മർദ്ദിച്ചു എന്നാണോ പറയുന്നത്? എന്തായിരുന്നു ഈ നോക്കൂ ഞാൻ പറയാം ഹാഷ്മി, ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ നടന്നു വരുന്ന രോഗി, ഞങ്ങളാരും സ്ട്രക്ചറിലല്ല വരുന്നത്, ആ രോഗിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഡോക്ടറും 4ാമത് നിൽക്കുന്ന പേഷ്യന്റ്, ഞാൻ ടേബിളിൽ ഇരിക്കുകയാണ്. സാർ ആരോപിക്കുന്നത് കൊയിലാണ്ടി ആശുപത്രിയിൽ ഈ കുട്ടിയുടെ കർണപടം പൊളിഞ്ഞു എന്ന കള്ള സർട്ടിഫിക്കറ്റ് എഴുതിയെന്നാണ് താങ്കൾ ആരോപിച്ചു വരുന്നത്? നിങ്ങൾ നോക്കൂ, അതിനുശേഷമാണ് ഈ കർണപടം പൊളിഞ്ഞു എന്ന് പറയുന്ന കഥ വരുന്നത്. എന്റെ അടുത്ത് പറയൂ. മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, MRI സ്കാൻ ഉണ്ട്, ഒരു സ്കാൻ റിപ്പോർട്ടുണ്ട്, ഒരു 3D റിപ്പോർട്ടുണ്ട് കർണപടം പൊളിഞ്ഞു എന്നുള്ളതിന്റെ. അതപ്പോൾ ഇനി വ്യാജമായി സർട്ടിഫിക്കറ്റ് എഴുതി ചേർത്തതാണെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിൽ കർണപടം പൊളിഞ്ഞതായുള്ള റിസൾട്ട് വരില്ലല്ലോ സാർ? വരുമോ?
അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നോക്കൂ, അത് അവിടെ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പൾ വരുത്തിയെന്നുള്ളൊരു എന്തെങ്കിലും തെളിവ് പുറത്തുണ്ടെങ്കിൽ പുറത്തു വിടൂ. ശരി, ആ ശരി, കോളേജിലെ CCTV 1.5 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന CCTV ഫുട്ടേജ് കൊയിലാണ്ടി പോലീസ് ബാക്കപ്പ് ചെയ്ത് എടുത്തിട്ട് പോയിട്ടുണ്ട്. അതിൽ എല്ലാ ക്യാമറകളും 8 ക്യാമറകളും വർക്കിംഗ് ആണ്, വരട്ടെ, ലഭ്യമാണ്. അത് വരട്ടെ. പക്ഷേ സാർ, അവിടെ SFI ആരോപിക്കുന്നത് ദീർഘനാളായി അവരുടെ എല്ലാ പരിപാടി, ഇപ്പൊ കലാലയത്തിൽ കുട്ടികളുടെ കലോത്സവം ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിയൻ പരിപാടി ഉണ്ടാകും, എല്ലാ പരിപാടികൾക്കും താങ്കളുടെ ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ച് അതിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നു. താങ്കൾ കുട്ടികളെ എല്ലാ കാലവും ഇപ്പൊ താങ്കളെ മർദ്ദിച്ചതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കില്ല എന്ന് പറയുമ്പോൾ പോലും കുട്ടികളുമായി താങ്കൾക്കൊരു ബന്ധം ദീർഘകാലമായ പ്രശ്നത്തിലാണോ സർ? കോളേജിൽ താങ്കൾക്ക് രാഷ്ട്രീയമുണ്ടോ? അങ്ങനെ നിങ്ങൾ നോക്കൂ, ആ ദൃശ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം നോക്കുക. ആ ദൃശ്യത്തിൽ കാണുന്ന ഓറഞ്ച് കളറിട്ട ഷർട്ടിലുള്ള കുട്ടികളാണ് ഗുരുദേവ കോളേജിലെ കുട്ടികൾ. ഗുരുദേവ കോളേജിലെ കുട്ടികൾ എന്നെ അവിടെ സംരക്ഷിക്കാൻ നോക്കുകയാണോ അതെയോ അവർ എന്നെ ആഞ്ഞടിക്കുകയാണോ എന്ന് നിങ്ങൾ നോക്കുക. എന്നെ അടിക്കുന്ന ആരാണ്? എന്നെ അടിക്കുന്ന പുറത്തുള്ള കുട്ടികളാണ്. എൻ്റെ കോളേജിലെ കുട്ടികൾ SFIക്കാരായ കുട്ടികളാണ് ആ മഞ്ഞ ഷർട്ട്, ഓറഞ്ച് കളറിലുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് എന്നെ സംരക്ഷിക്കാൻ നോക്കുന്നത്. ഈ SFIക്കാരെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിനെ 1, 2 അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് വരാന്തയിൽ വെച്ച് അടിച്ചതിന് ശേഷം 50ഓളം വരുന്ന SFI പ്രവർത്തകരെ മുന്നിൽ വെച്ച് അടിച്ച് കർണപടം പൊട്ടിച്ചതിന് ശേഷം ആ കോളേജിലെ SFI യൂണിറ്റിലെ 50ഓളം കുട്ടികൾ അതെയോ പ്രിൻസിപ്പൾ 2 മേടിച്ചോട്ടെന്ന് വെക്കുക. താങ്കൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അവിടുത്തെ SFIയുമായി നിരന്തരം സംഘർഷത്തിലാണ് എന്ന് കുട്ടികൾ ആരോപിക്കുന്നു. താങ്കൾക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ ശ്രീ സുനിൽ ഭാസ്കർ? പ്രിൻസിപ്പളിന് എന്താ രാഷ്ട്രീയം പാടില്ലേ? രാഷ്ട്രീയമാവാം, രാഷ്ട്രീയമാവാം, നിയമമുണ്ടോ? ഇല്ല, രാഷ്ട്രീയമാവാം എന്ന് ഞാൻ പറയണം. അങ്ങനെ രാഷ്ട്രീയം, ഞാൻ SFIയുടെ ആരോപണം പോലെ താങ്കൾക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ ചോദിക്കുകയാണ് ഞാൻ. അല്ല, എനിക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് നിയമമുണ്ട്. പ്രിൻസിപ്പൽമാർക്ക് രാഷ്ട്രീയം ഉണ്ടായിക്കൊണ്ടല്ല എന്ന് നിയമമുണ്ട്. ഒരു നിയമവും ഇല്ല. എനിക്കറിയില്ല, അങ്ങനെ ഒരു നിയമത്തെ പറ്റി അറിയില്ല. ഇല്ല സാർ, രാഷ്ട്രീയം ഉണ്ടാവണം. ഏത് മനുഷ്യനും രാഷ്ട്രീയം ഉണ്ടാവണം. ഇപ്പൊ താങ്കൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ അവിടെ രാഷ്ട്രീയം പറഞ്ഞ് SFIക്ക് വിരുദ്ധനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ദൃശ്യത്തിൽ കാണുന്ന കുട്ടികൾ എൻ്റെ സംരക്ഷണത്തിന് ഓടി വരുമോ? ഈ പുറത്തുനിന്ന് വന്ന ഈ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളെ ഈ കുട്ടികൾ വരാന്ത വഴി വലിച്ചിഴച്ച് പുറത്തുകൂടെ കൊണ്ടുപോയി, മുറ്റത്തൂടെ കൊണ്ടുപോയി ഗേറ്റിന് പുറത്ത് എത്തിച്ചതിന് ശേഷമാണ് ആ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ശരിയാണ് സാർ. പക്ഷേ എനിക്ക് സംരക്ഷണം ഇവിടെ പ്രിൻസിപ്പൽമാർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഒരു പിഴവും അതിലില്ല. പക്ഷെ താങ്കൾ എല്ലാ വിദ്യാർത്ഥി യൂണിയനുകളുമുള്ള എല്ലാ രാഷ്ട്രീയ സ്ട്രീമിൽ വിശ്വസിക്കുന്ന ഒരു കോളേജിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഒക്കെ ഒരു കോളേജിലെ പ്രിൻസിപ്പൾ അല്ലേ? ഇപ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമായിരുന്നു. ഇപ്പോൾ 2024 general elections have proved the true potential of certain communities in Kerala. It also proved the short lifespan of propaganda politics. 1 Lok Sabha seat is equivalent to 7 assembly seats. പിന്നെയും നരേന്ദ്രമോദി ഒരു സൈഡിൽ ഒരു കയറ് പിടിച്ച് നിൽക്കുന്നു, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് ഒക്കെ പിടിക്കുന്ന വേറൊരാളുടെ പോസ്റ്റ് അങ്ങ് ഷെയർ ചെയ്യുന്നു. ബുദ്ധി എന്നൊരു സാധനം കോൺഗ്രസിനില്ല എന്ന് ദിൽന എ വി എന്നൊരാളുടെ പോസ്റ്റ് അങ്ങ് ഷെയർ ചെയ്യുന്നു. ലെജൻഡറി ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി ഈസ് നൗ കൺസ്ട്രെയിൻ നോട്ട് ടു യൂസ് ദ പാർട്ടി ഫ്ലാഗ് ഇൻ ഇലക്ഷൻ റാലി ഇൻ കേരള എന്ന് മുസ്ലിം ലീഗിൻ്റെ ആ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് ഏപ്രിൽ 4 പോസ്റ്റ് ചെയ്യുന്നു. ഏതുതരം തിരുത്തൽ നടപടികൾ വേണമെങ്കിൽ എടുത്തോ, CPMനോട് ജനങ്ങളോടുള്ള വെറുപ്പ് പോകില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് CPM പുറത്തു പോകുന്ന കാലം വിദൂരമല്ല എന്നങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുടെ BJP രാഷ്ട്രീയം അങ്ങ് പ്രകടമായി അങ്ങനെ പറയാമോ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നുകൊണ്ട് സാർ? അതിൽ നിയമവിരുദ്ധമായിട്ട് എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? അല്ല, നിയമവിരുദ്ധമായി ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് അങ്ങേക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവാം, അങ്ങേക്ക് രാഷ്ട്രീയം ഉണ്ടാവണം, അതിലൊരു പിഴവും പറയില്ല. പക്ഷേ എല്ലാത്തരം രാഷ്ട്രീയ സ്ട്രീമിലും രാഷ്ട്രീയ ആശയങ്ങളുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു മാതൃകാ അധ്യാപൻ അങ്ങയുടെ രാഷ്ട്രീയം പ്രകടമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അങ്ങനെ വിളംബരം ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ ഡോക്ടർ സുനിൽ ഭാസ്കരൻ? എൻ്റെ കുട്ടികളോട്, എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ABVPയോ കോൺഗ്രസോ KSUയോ SFI എന്നുള്ള യാതൊരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു തരംതിരിവ് കാണിച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ ആ കുട്ടികളെ പറയട്ടെ, ഈ ഇരിക്കുന്ന പ്രിൻസിപ്പൾ, ഇദ്ദേഹം ഞങ്ങൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട്, ഇദ്ദേഹം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട്, ഇദ്ദേഹം ഞങ്ങൾ SFIക്കാരായിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ ഞങ്ങൾ ആയതുകൊണ്ട് ഇദ്ദേഹം ഞങ്ങളോട് എതിര് കാണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ
അല്ല, അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. അത് അംഗീകരിക്കല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെയും പറഞ്ഞു, താങ്കളെ കൈവീശി അടിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്, അങ്ങേയറ്റം തെമ്മാടിപ്പണിയാണ് എന്ന് 100% പറയുമ്പോൾ പോലും ആ കുട്ടികൾ പറയുന്നത് താങ്കൾ രഹസ്യമാക്കി വെക്കാത്ത, താങ്കൾ ഫേസ്ബുക്കിലൂടെ അടക്കം പരസ്യമാക്കുന്ന താങ്കളുടെ BJP രാഷ്ട്രീയം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കലോത്സവത്തിൽ ഗാസ എന്ന് പേരിടുമ്പോഴേക്കും അങ്ങ് അവിടുന്ന് പിണങ്ങിപ്പോകുന്നു, അവിടെ നിരന്തരം ഏറ്റുമുട്ടലുണ്ടാക്കുന്നു എന്നൊക്കെ. ഈ സംഭവത്തിന് മുൻപ് ഒരു സീരീസ് ഓഫ് ഇൻസിഡന്റ് ഉണ്ടായി എന്ന കുട്ടികൾ പറയുകയാണ്. ഡോക്ടർ സുനിൽ ഭാസ്കരൻ, ഈ ഗാസ എന്ന് പറയുന്ന യൂണിയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഞാൻ നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഈ വിദ്യാർത്ഥി യൂണിയനെ അഭിനന്ദിക്കുന്ന പ്രസംഗമാണ് അവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും എടുത്ത് ടെലികാസ്റ്റ് ചെയ്യൂ. ഗാസ എന്ന പേരിട്ടതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് ഗാസയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അവിടെ ഗവൺമെന്റിന്റെ ഗാസയ്ക്കുള്ള അസിസ്റ്റൻസ് $5 ബില്യൺ വർദ്ധിപ്പിച്ചു എന്നും അതുകൊണ്ട് ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥികൾ ഗാസ എന്ന് പേരിട്ടത് തെറ്റില്ലെന്നും നല്ല കാര്യമാണെന്നും സർക്കാരിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ നയത്തിന് അനുരൂപമാണെന്നാണ് ഞാൻ പ്രസംഗിച്ചിരിക്കുന്നത്. അവിടെ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? എനിക്കറിയില്ല, ആ കുട്ടികൾ പറയുന്നതാണ്, താങ്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഒരു 30 സെക്കൻഡ്. അവിടെ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിൽ എതിര് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പിളാണെന്ന് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉണ്ടായിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഉത്തരവിൻ പ്രകാരം ഒരു കാര്യമുണ്ട്, അവിടെ DJ നടത്തരുതെന്നുള്ളൊരു ഉത്തരവുണ്ട്. ആ കോളേജിലെ യൂണിയൻ അവിടെ DJ നടത്തിയിരിക്കുന്നു. ആ DJയുടെ ഭാഗമായിട്ട് അവിടെ ഈ കീടനാശിനിയും ഉഗ്ര ജ്വലനശേഷിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇട്ട് കത്തിച്ച് സ്റ്റേജിൽ കയറിയിരുന്ന് കത്തിച്ച് ഡാൻസ് കളിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്, അതാണ് നടപ്പിലാക്കിയത്. അത് ഇങ്ങനെ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ സ്വന്തം നിലയ്ക്ക് നടത്തി, അവർക്കെതിരെ നടപടിയെടുത്തു. എതിരെയുള്ള നടപടി എങ്ങനെയാണ്? ആ നടപടി ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സ്ട്രെയിൻഡ് ആണോ എന്ന് സംശയം ഞാൻ ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, പല അധ്യാപകരെയും താങ്കൾ ദ്രോഹിക്കുന്നു എന്ന ആരോപണം അവിടെ ഉന്നയിക്കുന്നുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് അവിടെ കിട്ടി, ഒരു ടീച്ചറിൻ്റെ ആണ്. അതിൽ പറയുന്നത് ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ഡാഷ് എന്ന് പറഞ്ഞാൽ ആ പേര് ഞാൻ പറയുന്നില്ല, ഹാസ് ബീൻ സെർവിംഗ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ആൻ ഗസ്റ്റ് ഫാക്കൽറ്റി ഇൻ ബോട്ടണി ഫ്രം 20/10/2021 to 31/5/2022. During the period, she has found incompetent to take any responsibilities and lacks practical aspects of botany. എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ അടുത്തൊരു കോളേജിൽ ജോലിക്ക് പോകേണ്ട ടീച്ചറല്ലേ? അപ്പോൾ ആ ടീച്ചർക്ക് ഇനി ആ കോളേജിൽ ജോലി കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലേ സാർ ഇത്? ഒരു വൈരനിര്യാതന ബുദ്ധി അങ്ങേക്ക് ഉണ്ടോ ഡോക്ടർ സുനിൽ ഭാസ്കർ? എന്തായാലും ആ ടീച്ചർ ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഒരാൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതിൽ അല്ല, ആ ടീച്ചർ പ്രാക്ടിക്കൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ, പ്രാക്ടിക്കൽ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് അങ്ങനെയല്ലേ എഴുതേണ്ടത്? അതോ ആ ടീച്ചർ നിങ്ങൾ പ്രാക്ടിക്കൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്? തിരുത്തിയോ പിന്നീട്? അങ്ങനെയാണെങ്കിൽ ആരും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ. അതൊക്കെ തിരുത്തിയോ സാർ പിന്നീട് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്? ഇൻകംപിറ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻകംപിറ്റന്റ് എഴുതുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇൻകംപിറ്റന്റ് എഴുതിയ സാറേ എനിക്ക് എങ്ങും കിട്ടില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഇൻകംപിറ്റന്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിട്ടുണ്ട്. അവർ ഇൻകംപിറ്റന്റ് ആണെന്ന് തോന്നി ഇൻകംപിറ്റന്റ് തന്നെയല്ലേ എഴുതേണ്ടത്? എല്ലാത്തിനും ചെയ്യാൻ അറിയില്ലാത്ത കാര്യം ചെയ്യാമെന്ന് പറയാം. കളവ് എഴുതി ഒപ്പിട്ട് കൊടുക്കാനാണ് പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്നത്. അല്ല സാർ, പിന്നീട് അവർ തിരുത്തുന്നത് ഒഴിവാക്കി പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ ടീച്ചർ പറഞ്ഞതല്ല, അവിടുത്തെ വിദ്യാർത്ഥി ഇടപെട്ടു, പുറത്തുള്ള ആൾക്കാർ ഇടപെട്ടു, അങ്ങനെ താങ്കൾക്ക് തിരുത്തേണ്ടി വരികയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞത് സാർ, ഇത് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ല, താങ്കളെ മർദ്ദിച്ചതിന് അങ്ങേയറ്റം തെമ്മാടിത്തരം എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്, ഒരു കോളേജിൽ വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടവർക്ക് പ്രിൻസിപ്പളിന് മുന്നോട്ട് പോകാൻ കഴിയുമോ സാർ? അതെന്തൊരു ടെൻഷനാണ് കോളേജിൽ ഉണ്ടാക്കുക? അല്ല, നിങ്ങളൊന്ന് പറയൂ, ആ കോളേജിൽ നിരന്തരം സംഘർഷം ഉണ്ടായി എന്ന് പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരം സംഘർഷം ഉണ്ടായി എന്ന് പറയുന്നത്? അത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കോളേജിലെ കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കുട്ടികളെ എന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടേക്കാണ് വേണ്ടേ? അല്ലല്ലോ, ആ കുട്ടികൾക്ക് വേണ്ട അവരെ പഠിപ്പിക്കാൻ എന്നുള്ള കാര്യം ഉറപ്പാക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള ടീച്ചറിനോട് നിർബന്ധമായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ലേ ചെയ്യുന്നത്? എന്താണ് കുട്ടികൾ ക്യാമ്പസിൽ വരുന്ന പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിയാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാണ്? ഈ ടീച്ചർ അവിടെ നിന്ന് പുറത്തേക്ക് പോവല്ലേ? ഞാൻ പറഞ്ഞു, ഈ ടീച്ചർ അവിടുന്ന് ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ സാർ അങ്ങനെ, ഇപ്പോൾ സാറും ആ ടീച്ചറുമായി നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും സാർ അങ്ങനെ ലാക്സ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ഇൻകോമ്പിറ്റന്റ് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഉത്തരവാദിത്വം എടുക്കാൻ കൊള്ളാത്തൊരു ടീച്ചറാണ്
എന്ന് ചാപ്പയടിച്ച് കൊടുത്തു വിടാൻ അവൻ ആ ടീച്ചറിന് ഇനി ഒരിടത്തും ജോലി കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് അതിനകത്ത്. സാർ തിരുത്തുന്നുണ്ട്, പിന്നെ അവിടെ പ്രശ്നമുണ്ടാകും, പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലർ ഇടപെടുമ്പോൾ സാർ തിരുത്തുന്നുണ്ടല്ലേ? കാശ്മീരുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻകോമ്പിറ്റന്റ് എന്നുള്ള ആളെ കോമ്പിറ്റന്റ് എന്ന് എഴുതിയിട്ടില്ല, ഇൻകോമ്പിറ്റന്റ് എന്നുള്ള ഇൻകോമ്പിറ്റന്റ് വെട്ടിക്കളഞ്ഞു എന്ന് മാത്രം ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോ എനിക്ക് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാക്ടിക്കൽ ബോട്ട് നോക്കൂ, പ്രാക്ടിക്കലില് ബോട്ടണിയുടെ പ്രാക്ടിക്കൽ ചെയ്യാൻ അറിയില്ലാത്ത ആളിനെ ബോട്ടണി പ്രാക്ടിക്കൽ ചെയ്തില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ അത് അറിയാവുന്നല്ല പറഞ്ഞു. ഇൻകോമ്പിറ്റന്റ് എന്നുള്ള തിരുത്തിയിട്ടുണ്ട്. ഇൻകോമ്പിറ്റന്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് കോമ്പിറ്റന്റ് ആണ്, എക്സലന്റ് എന്ന് എഴുതിയിട്ടില്ല അവിടെ. ഇല്ല സാർ, എക്സലന്റ് എന്നുള്ള വാക്ക് എഴുതിയിട്ടില്ല. താങ്കളുടെ ബോധ്യത്തിൽ താങ്കൾ വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ടീച്ചർ ഒരു കഴിവുകെട്ട ടീച്ചറാണ്, താങ്കളുടെ ബോധ്യത്തിൽ താങ്കൾ ഇൻകോമ്പിറ്റന്റ് ആണെന്ന് എഴുതുകയാണെങ്കിൽ അത് താങ്കൾ തിരുത്താൻ പാടില്ല അല്ലേ? നോക്കും, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ആ ടീച്ചറിന്റെ ഇൻകോമ്പിറ്റന്റ് എന്നുള്ളത് മാറ്റിയിട്ട് എക്സലന്റ് നല്ലല്ലോ ഞാൻ കൊടുത്തത്. എക്സലന്റ് ആക്കി കൊടുക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കും. എക്സലന്റ് നല്ല ഇൻകോമ്പിറ്റന്റ് എന്ന് പറയുന്ന വേർഡ് മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. ആ ടീച്ചർ ഇപ്പോൾ ഇവിടെ ഇല്ല, ആ ടീച്ചർ പോയി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ശരി. അതിനുശേഷം ഷീബ എന്നൊരു ടീച്ചറിനെയും താങ്കൾ സമാനമായി, ഷീബ എന്നൊരു ടീച്ചറിൻ്റെ കാര്യം പറയുന്നു, അവിടുത്തെ ഒരു ലൈബ്രറിയൻ്റെ കാര്യം പറയുന്നു, അവിടുത്തെ ദീർഘവർഷങ്ങൾ പരിചയമുള്ള ഒരു സ്റ്റാഫ് സെക്രട്ടറിയുടെ കാര്യം പറയുന്നു. ഒരുപാട് അധ്യാപകർക്ക് താങ്കൾ ദുരനുഭവം നേരിട്ടു. ഞാനിപ്പോൾ നമ്മൾ ചർച്ചയുടെ ഭാഗമായി ആൾക്കാരെ വിളിക്കുമല്ലോ, ആൾക്കാരെ വിളിക്കുമ്പോൾ കിട്ടിയ ഇൻപുട്സ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സിസുൽ ബാസ്, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. കാശ്മീർ ഒരു കാര്യം പറഞ്ഞോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സാധാരണഗതിയിൽ അധ്യാപകർ 1, 2, 3 വർഷത്തിൽ കൂടുതൽ നിൽക്കാറില്ല. അവർ പോകുന്ന സമയത്ത് ഇതിന് എക്സലന്റ് എന്നും ഷീ ഈസ് ആൻ അസറ്റ് ടു ദി ഓർഗനൈസേഷൻ എന്നും എഴുതി കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിരവധിയുണ്ട്. എല്ലാവർക്കും കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി എൻ്റെ അടുത്തുണ്ട്. എക്സലന്റ് ആൻഡ് ഷീ ഈസ് ആൻ അസറ്റ് ടു ദി ഓർഗനൈസേഷൻ എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്ന പലർക്കും. ഓരോരുത്തർക്കും ഗ്രേഡിംഗ് ഉണ്ട്. ഹാഷ്മി, മാധ്യമത്തിൽ നോക്കൂ, ഹാഷ്മി ഇരിക്കുന്ന ടേബിളിൽ ജേർണലിസം ഇന്ന് കഴിഞ്ഞു വരുന്ന ഒരാൾക്ക് ഇന്ന് ഇരിക്കാൻ പറ്റില്ല. താങ്കളെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക്, താങ്കളെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്ക് അതനുസരിച്ചിട്ടുള്ള റേറ്റിംഗ് ഉണ്ടാവും. പ്രൈവറ്റിൽ, ഇത് ഗവൺമെന്റ് സർവീസ് അല്ല. റേറ്റിംഗ് എന്ന് ഞാൻ അതിൽ പിടിച്ചു നിൽക്കല്ല. പക്ഷേ താങ്കൾ ഒരു ടീച്ചർക്ക് കഴിവുകെട്ട ടീച്ചറാണ്, ആ ടീച്ചറിന് അധ്യയനം നടത്താൻ, ആ ടീച്ചറിന് ഭാവിയിൽ അധ്യയനം നടത്താൻ യോഗ്യയല്ല എന്ന് അങ്ങയുടെ ഉത്തമ ബോധ്യമാണെങ്കിൽ വാർഡ് കൗൺസിലർ അല്ല, ടീച്ചറല്ല, അവിടുത്തെ SFI അല്ല, അവിടുത്തെ വിദ്യാർത്ഥികളല്ല, ആര് പറഞ്ഞാലും താങ്കളെ തിരുത്താൻ പാടില്ല. താങ്കൾ ആ പ്രതിഷേധം കണ്ടപ്പോൾ താങ്കൾ തിരുത്തി. ഞാൻ അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. പോട്ടെ, അത് നമുക്ക് വിട്ടേക്കാം.